ഗൈസ്, ഇതാണ് ഒരു ഐറ്റം പേപ്പർ സോപ്പ്. ഇത് നോക്കട്ടെ. എന്ത് ജ്യൂസ്? ഡ്രാഗൺ ഫ്രൂട്ട്. നല്ല കുട്ടികളാക്കി ഇത്രട്ടാണ് ആ ഒരു സ്ഥലത്ത് പോയിരിക്കണത് ഇന്നത്തെ. ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ല എല്ലാവർക്കും? ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിയക്കുട്ടീൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നിയക്കുട്ടീനെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടേനല്ലോ. അപ്പോൾ നിയക്കുട്ടി വന്നു എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ. അപ്പോൾ നിയക്കുട്ടീൻ്റെ ഒരു ദിവസമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഓൾ എണീക്കണതിന് മുന്നേ തന്നെ ഓൾക്കുള്ള വെള്ളം ഇവിടെ തളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓൾക്ക് എന്നല്ല, എല്ലാവർക്കും തിളപ്പിച്ചാറിയ വെള്ളമാണ് കുടിക്കാൻ കൊടുക്കല്. അപ്പോൾ വെള്ളം ഞാൻ എന്താ പറയുക തളിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല പോലെ ഒന്ന് തളിച്ചതിന് ശേഷമേ ഓഫാക്കുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഓളെ വെള്ളക്കുപ്പിയിൽ ഈ ഒരു കുപ്പിയിലാക്കി കൊടുക്കലാണ് കേട്ടോ. ഇത് 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ്. അപ്പോൾ അതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അത് വെച്ചിട്ടൊന്ന് ആദ്യം ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ബോട്ടിലാക്കി വെച്ചാൽ പിന്നെ നമ്മളിങ്ങനെ കയ്യിൽ എടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. എടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ മതി. അവൾക്ക് വെള്ളം കുടിക്കാൻ നല്ല മടിയാണ് കേട്ടോ. അപ്പോൾ 1 ലിറ്ററിൻ്റെ ബോട്ടിൽ ഞാനിതാ ഇതേപോലെ ഫുള്ളായിട്ട് അങ്ങനെ നിറച്ച് വെക്കും. എന്നിട്ട് നിർബന്ധിച്ചാണ് കുടിപ്പിക്കലാണ് കേട്ടോ വെള്ളം. അപ്പോൾ ഇതാ ഈ നമ്മളെ വെള്ളം ഞാൻ ചൂടാറിയതിന് ശേഷം ആക്കി കൊടുത്തതാണ് കേട്ടോ. ഞാനൊന്ന് വെള്ളത്തിലൊന്ന് വെച്ചിട്ട് ചൂടാറിയിട്ടുണ്ടേനു. പച്ചവെള്ളം ഒഴിച്ചിട്ട് ചൂടാറ്റലില്ല കേട്ടോ. ഞാൻ തിളപ്പിച്ചാറിയ വെള്ളത്തിലൊക്കെ വെച്ച് ചൂടാക്കിയെടുക്കുക എന്നല്ലാതെ. അപ്പം നമ്മളെ ഇന്നത്തെ താരം ഉറക്കത്തുനിന്ന് എണീറ്റ് വന്നു കേട്ടോ. അപ്പം ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുത്ത് ഒന്ന് സെറ്റാക്കിയിട്ട് വേണം ചായയൊക്കെ ഒന്ന് കൊടുക്കാൻ. ഇന്ന് പുട്ടും ചായയൊക്കെയാണ് കേട്ടോ ആൾ കുടിച്ചിട്ടുണ്ടായിനിയത്. അപ്പോൾ പഴം പറ്റുമോയെന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ പഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ചെറുപഴം. ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. ഞാൻ 2 ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. ഇപ്പം ഞാൻ നേരത്തെ ഞാൻ മമ്മാൻ്റെ കുടിയിലായിരുന്നു. ഇപ്പം ഇന്നലെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു തന്നെ വന്നു. അപ്പം ഗൈസ്, ഇതാണ് ഒരു ഐറ്റം പേപ്പർ സോപ്പ്. ഇതിൻ്റെ പേരാണ് പേപ്പർ സോപ്പൊക്കെ വാങ്ങിയതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ ആള്. കൈ കഴുകണ കാര്യം കുറച്ചൊരു മടിയില്ലാതായത് കൊണ്ട് ഇപ്പോൾ കുറച്ചൊന്ന് വൃത്തി വേണമല്ലോ, മഞ്ഞപ്പിത്തൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ എപ്പോഴും കൈ കഴുകേണ്ടി വരും, ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ബാത്റൂമിൽ പോയി വന്നാലും ഒക്കെ. അപ്പോൾ അത് മറക്കാണ്ടിരിക്കാൻ വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ. ഇതാവുമ്പോൾ കൈ ആവശ്യത്തിന് മാത്രമല്ല, അനാവശ്യത്തിനും വെറുതെ പോയിട്ട് കൈ കഴുകുന്നുണ്ട് കേട്ടോ സോപ്പ് വെച്ചിട്ട്. അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിനൊക്കെ ചെയ്ത് കാണിച്ചു തന്നതാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തന്നതാണ് കേട്ടോ. രാവിലെ ഇപ്പോൾ മദ്രസക്കും സ്കൂൾക്കും പോകണ പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് രാവിലെ എന്തെങ്കിലുമൊക്കെ എഴുതാനും പഠിച്ചാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കും കേട്ടോ. ഇതിപ്പോൾ സ്കൂളിൽ ചെയ്യാൻ കൊടുത്ത വർക്കിനു. അപ്പോൾ വർക്ക് ബുക്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചർ എല്ലാവർക്കും ഇതേ കളറിൽ പേപ്പർ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ടീച്ചർ ഇങ്ങനെ ഗ്രൂപ്പിൽ വിടും കേട്ടോ. പേപ്പർ കൊടുത്തയച്ചിട്ടുണ്ട്, മക്കളെ ബാഗിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കണേ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വെള്ള പേപ്പർ കൊടുത്തപ്പോൾ അതിൽ ഉൾക്കൊക്കെ കൊടുത്തത് ഇതേപോലത്തെ ആ ഒരു ഓറഞ്ച് കളറിൽ എഴുതി കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും പോലെ ആകാൻ വേണ്ടിയിട്ട് ഓറഞ്ച് കളറൊക്കെ കൊടുത്ത് എന്താ പപ്പിക്കുട്ടീൻ്റെ തലേന്ന് കേട്ടോ അങ്ങനെ സെറ്റാക്കിയതാണ്. ഇതെന്തോ വർക്ക് ബുക്കിൽ ഒട്ടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ വർക്കുകളൊക്കെ ഇങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ. ഓറഞ്ച് തൊലിയാണ് കേട്ടോ നമ്മളെ ചോളം. ഇതെന്താണ്? അരിയോ? യെസ്. ഇന്ന് അടുപ്പത്ത് എന്താണ്? ആ പോട്ടൊന്ന് തുറക്കൂ. അടുപ്പത്ത് കുറച്ച് ചോളും കുറച്ച് ഉള്ളി. ഈ ചോളം അയക്കിടാണ്. എന്താ ഉണ്ടാക്കണത്? ചോളം ഉപ്പേരി. ചോളപ്പേരിയോ? ചോളം എന്താ സാധനം? ചോളം അങ്ങനെ നമ്മൾ പൊരിച്ച് അന്ന് ബീച്ചിൽ പോയപ്പോൾ നമ്മൾ പൊരിച്ച് തിന്നില്ലേ, അല്ല പൊരിച്ചാണ്ടല്ല, അന്ന് വാങ്ങിയില്ലേ ബീച്ചിൽ പോയപ്പോൾ, അതാണ് ചോളം. അതാണ് ചോളം.
അപ്പോൾ ഉമ്മച്ചി കുക്ക് ചെയ്യണതൊക്കെ കണ്ടുപിടാത്ത ആ കുട്ടി ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ സമയം പോകണ്ടേ, അതിന് ഓരോ കളികളായിട്ട് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കും കേട്ടോ. സ്കൂൾക്കൊന്നും പോകാനില്ലാത്തതുകൊണ്ട് ആൾക്ക് നല്ല വെറീസാണ്. അപ്പോൾ കുറച്ചു നേരമൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെ അങ്ങോട്ട് സമയം കഴിക്കലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ വെയിലും കൊള്ളൂല, അധികം മണ്ണും ആവൂല. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് വീടിൻ്റെ ഉള്ളിലാണ് കേട്ടോ. പിന്നെ അവിടെ ഒരു പായ് കാണുന്നത് എന്താ വെച്ചാൽ ഇടയ്ക്ക് നമ്മൾ ജനിക്കുട്ടനെയും കുറച്ച് സമയമൊക്കെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തലുണ്ട് കേട്ടോ. പക്ഷെ ഓനെ വല്ലാണ്ട് അങ്ങോട്ട് ഇരുത്താനൊന്നും പറ്റൂല. ഓന് വല്ല സ്റ്റെയർ കയറി മേലക്കൊക്കെ പോകാനുള്ള അതിസാഹസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത് കൊണ്ട് ഞാൻ വേഗം ഓനെ അവിടുന്ന് കൊണ്ടുവരലാണ് കേട്ടോ. അപ്പം ഓള് വലിയ വെയിലൊന്നും കൊള്ളാത്ത സ്ഥലത്ത് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഓരോ കളികളാണ്. ചോറ് എന്താ നോക്കട്ടെ. ആ വെന്തു. നമുക്ക് എടുക്കാം. കൂട്ടാനാണ് മല്ലിച്ചപ്പില്ലേ, അത് നമുക്ക് നെരിഞ്ഞെടുക്കാം. എന്നിട്ട് നമ്മൾ കൂട്ടാനിലോട്ട് കുറച്ചിടാം. എന്നിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ ആ മല്ലിച്ചപ്പിൻ്റെ ബാക്കി ഭാഗം കൂടി നമ്മൾ കൂട്ടാൻ എങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചോളം കൂട്ടാൻ ഉണ്ടാക്കി. ഇനി നമുക്ക് ചോറിന് വേണ്ടി അരക്കപ്പ് ചോറ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അരക്കപ്പ് ചോറോ? അരക്കപ്പ് ചോറ് നമുക്ക് അരിയല്ലേ? മണ്ണുകൊണ്ടാ കളിച്ചേ. അരി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മല്ലിച്ചപ്പുണ്ട്, അത് നമ്മൾ നെല്ലിട്ട് ഇട്ട് കൊടുക്കാൻ. അറിയാം ഇതാണ് കുഞ്ഞ മല്ലച്ചപ്പ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ക്യാമറൻ്റെ ഉള്ളിലേക്ക് കയറി വരുന്നത് എന്താ വെച്ചാൽ ട്രൈപോഡ് ഞാൻ അവിടെ വെച്ചിട്ട് പോകുന്നതേനി കേട്ടോ. അപ്പോൾ ഓൾ തന്നെയാണ് സ്വന്തം ക്യാമറ എടുക്കുന്നതും അതിൽ പറയുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ ശരിക്ക് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊന്നും വലിയ അറിവൊന്നുമില്ല. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് തന്നെ കാണാം ഓളന്നെ സ്വന്തമായിട്ട് ക്യാമറയൊക്കെ തിരിച്ച് നോക്കണൊക്കെ ഉണ്ട് കേട്ടോ. അതാ ഇവിടെ ഇതൊക്കെ ഓള് സ്വന്തമായിട്ട് ചെയ്യണതാണ് കേട്ടോ. ഞാനവിടെ ട്രൈപോഡുമ്പോൾ കൊണ്ടുപോയി വെച്ചിട്ട് ഞാനിങ്ങോട്ട് പോന്നിട്ടുണ്ടേനു. മല്ലിച്ചപ്പിട്ടല്ലോ കണ്ടോ, മല്ലിച്ചപ്പിട്ടു. എന്താണ് ഇനി നമുക്ക് ഇളക്കാം. അതിൻ്റെ ഇടയ്ക്ക് കളി അവസാനിപ്പിച്ചു എന്ന് വന്നിട്ട് പറഞ്ഞിട്ട് സോപ്പ് എടുത്ത് കഴുകാൻ കേട്ടോ. 1 2 ഒരു പേപ്പർ സോപ്പിൻ്റെ ആയിരത്തി എടുത്താൽ മതി. അതിന് അത്യാവശ്യം നല്ലോണം പത ഉണ്ടാവും. നമുക്ക് കഴുകുമ്പോൾ നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ. കഴുകി കഴിഞ്ഞാൽ നല്ല കഴുകിയാണ്ട് കൂട്ടി എന്താ സ്മെല്ല്, നല്ല രസമുണ്ട്. ഇത് പിന്നെ ഞാൻ നിയമക്ക് കൊടുക്കുന്ന ഡ്രിങ്ക് അല്ല കേട്ടോ. ഞങ്ങൾ ഇടയ്ക്ക് ഉണ്ടാക്കി കുടിക്കുന്നതാണ്. ഇപ്പം നിയമക്കൊക്കെ മഞ്ഞപ്പിത്തം വന്നതിന് ശേഷം അങ്ങനെ പകരണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ എത്രത്തോളം സക്സസ് ആവും എന്നുള്ള കാര്യമൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും അതേപോലെ തന്നെ മഞ്ഞൾ പച്ചമഞ്ഞളാണ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് 3 കുത്തിച്ചരച്ചത് ആ പാത്രത്തിലിട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒന്ന് 2 തളക്കൊന്ന് തളിച്ചതിൻ്റെ സത്തൊന്നും അതിലേക്ക് ഇറങ്ങി കിട്ടിയാൽ മതി. പക്ഷേ ഇന്ന തള കുറച്ച് അധികം കൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലോണം കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ സിനിമയിലൊക്കെ നോക്കാൻ പോയ ഇടയിൽ അതങ്ങോട്ട് വിട്ടുപോയതാണ് കേട്ടോ. പിന്നെ ഇതിക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നാരങ്ങ നീരാണ് കേട്ടോ. ഈ നാരങ്ങ നീര് ചേർക്കുമ്പോൾ വീണ്ടും നമ്മുടെ ആ ഒരു മഞ്ഞ കളറിലേക്ക് തന്നെ അത് വന്നിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഒരു ഇളം ചൂടോടെ തന്നെ കുടിക്കൂട്ടോ. ഞാൻ കുഞ്ഞുട്ടിക്കും കുട്ടിക്കും ഒക്കെ കൊടുക്കലുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ കുടിക്കണ ഒരു ഡ്രിങ്കാണത്. അത് കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മുടെ നീയക്കുട്ടിക്ക് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഉൾക്ക് ജ്യൂസ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് നല്ല വെയിലൊക്കെ ആണല്ലോ. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ വെള്ളം കുടിക്കാൻ ആൾക്കാർക്ക് മടിയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കും കേട്ടോ. അപ്പോൾ വെള്ളം കുടിക്കുന്ന കാര്യം കണ്ടോ, രാവിലെ ഞാൻ നിറച്ച് വെച്ച വെള്ളം അതേപോലെ ഇരിക്കുന്നുണ്ട്. അതിന് 1 2 സിപ്പ് മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ കുപ്പിയിലാക്കി വെച്ചെന്ന് വിചാരിച്ച് അങ്ങനെ ഇൻട്രസ്റ്റോടെ കുടിക്കൊന്നുമില്ല കേട്ടോ. ആള് ഇങ്ങനെ നിർബന്ധിച്ച് കൊണ്ടിരിക്കണം വെള്ളം കുടിച്ച് എന്ന് പറഞ്ഞിട്ട്.
ആൾക്കിപ്പോൾ സ്കൂളിൽ പോകാനായിട്ടൊക്കെ ഭയങ്കര ബോറടിയാണ് കേട്ടോ. ഈ സമയത്ത് ഒരു കുട്ടികളും ഉണ്ടാവില്ല കളിക്കാൻ, ആകെ സിനിമ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ മാറിയിക്കണല്ലോ, എനിക്ക് സ്കൂളിൽ പോയിക്കൂടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഓരോരോ സംശയങ്ങളായിട്ട് പിന്നാലെ തന്നെ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഓൾക്ക് ക്യാരറ്റ് ജ്യൂസ് അടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്തൊക്കെ വെച്ച് തിളപ്പിച്ചെടുത്തപ്പോഴത്തേന് ഇതാ അയലൊക്കത്ത് നിന്ന് ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ടായിട്ടോ. അപ്പം പിന്നെ എന്നാ എനിക്ക് ക്യാരറ്റ് വേണ്ട, ഇത് മതിയെന്നായി. എന്നാൽ പിന്നെ ഓളെ ഇഷ്ടത്തിനാവാം എന്ന് വിചാരിച്ച് ഞാൻ ഇതന്നെ ജ്യൂസ് അടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം അത് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം ഇനി ഇതാക്കാം ജ്യൂസ് അടിച്ചിട്ട് എന്ന് വിചാരിച്ച്. പിന്നെ ഇന്നോട് കമൻസിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിന് ഒരാൾ, ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, 1 മാസമായി എനിക്ക് മഞ്ഞപ്പിത്തം തുടങ്ങിയിട്ട്, പക്ഷെ ഇപ്പോഴും ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു കുറവൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ ഉപ്പ് കൂടുതൽ കഴിക്കുക, ഉപ്പ് സാധാരണ ഉള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് കഴിക്കൽ, ഉപ്പ് കുറക്കലൊന്നുമില്ല, ഇനി അതുകൊണ്ടാണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിന് കേട്ടോ. എനിക്ക് അതിനെ പറ്റിയൊന്നും വലിയൊരു അറിവൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ തണുത്ത പാല് ഉപയോഗിച്ചിട്ടില്ല, അതൊന്ന് തിളപ്പിച്ചിട്ട് ആറിയതിൻ്റെ ശേഷമാണ് ഞാൻ ജ്യൂസ് അടിച്ചെടുത്തത് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമല്ലേ, അതിന് നീയക്കുട്ടിയോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇനിയത് ഇറച്ചി, മീൻ, മുട്ട അതൊന്നും ഉപയോഗിക്കരുത്. പിന്നെ അതേപോലെ തന്നെ ഫ്രൈ ഐറ്റംസ് കുറക്കുക, ഫ്രൈ ചെയ്ത ഒന്നും കൊടുക്കണ്ട എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഉപ്പ് കുറക്കണം അങ്ങനെ. പിന്നെ ഇനി നമ്മൾ കറികളൊന്നും തൂമിക്കുമ്പോൾ എണ്ണ കുറക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിക്ക് ഉപ്പ് കൂടുതലാവാതെയും പിന്നെ എണ്ണ ഉപയോഗിക്കുന്ന അളവിൽ നിന്ന് കുറച്ചും കൂടിയൊക്കെ കുറച്ചിട്ടൊക്കെ ഞാൻ ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ട്. എന്ത് ജ്യൂസ്? ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗൺ ഫ്രൂട്ടോ? ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പം രാവിലെ കഞ്ഞി കുടിച്ചിരുന്ന സമയത്താണ് ജ്യൂസ് കുടിച്ചത് കേട്ടോ. അതുകൊണ്ട് തന്നെ 10 മണിയായ സമയത്തൊന്നും വിശപ്പില്ല എന്ന് പറഞ്ഞിട്ടിനി. പിന്നെ ഒരു 12 മണി 1 മണിയൊക്കെ ആക്കാൻ സമയത്ത് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ചോറ് ആണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് പെട്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചെറുപയർ ചോറാണ് കേട്ടോ. അപ്പം പയറുവർഗ്ഗങ്ങളൊന്നും കൊടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ചെറുപയറിട്ട ചോറ്, ഇതാകുമ്പോൾ വേറെ പ്രത്യേകിച്ച് കറിയൊന്നും ആവശ്യമില്ലല്ലോ. പിന്നെ ഞാൻ ബീട്രൂട്ട് ഉപ്പേരി, ബീട്രൂട്ട് നല്ലതാണല്ലോ ബ്ലഡ് ഉണ്ടാക്കാനൊക്കെ. ഒക്കെ അല്ലെങ്കിൽ തന്നെ ബ്ലഡ് ഒന്നും ഇല്ല കേട്ടോ മേത്ത്. ഓക്ക് ബ്ലഡ് എടുക്കാനൊക്കെ പോണ സമയത്ത് 3-4 പ്രാവശ്യം സൂചിയൊക്കെ കുത്തുമ്പോഴാണ് കേട്ടോ ഒരിത്തിരി ബ്ലഡ് കിട്ടുക. അപ്പോഴത്തേനും ഓളെ കരഞ്ഞ് ആവശ്യമായിട്ടുണ്ടാവും. പിന്നെ പറഞ്ഞിട്ട് കരച്ചിലെന്താ വെച്ചാൽ, ഇങ്ങനെ ചോരെടുത്താൽ ഞാൻ മരിച്ചൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചയും ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ഓള് കരയുക. അവിടെ ഉള്ള സിസ്റ്റർമാരും ഡോക്ടറൊക്കെ കുത്തിർന്ന് ചിരിക്കും ഓളെ വർത്താനം കേട്ടിട്ട്. അങ്ങനെ ഫുഡടിയൊക്കെ കഴിഞ്ഞിട്ട് 2 ആളും ഉറങ്ങിക്കണം കേട്ടോ. കുഞ്ഞാക്കി ഇറങ്ങിക്കണ്, താത്തി ഉറങ്ങിക്കണ്. അല്ലെങ്കിൽ ഈ മോളെ സാധാരണ സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊന്നും ഉറങ്ങാനൊന്നും കിട്ടൂല കേട്ടോ. പക്ഷേ ഇപ്പോൾ പിന്നെ അങ്ങനെ കളിക്കാനും ആരുമില്ല, അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഞാൻ വല്ല ഉച്ചക്ക് അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടേനു. ആ ഉറക്ക് നല്ലൊരു ഉറക്കമായിട്ട് ഉറങ്ങിയിട്ട് തന്നെ ഉണ്ടായിന് കേട്ടോ ഓള്. അപ്പം ഞാൻ രാവിലെ പുഴുങ്ങി വെച്ച ക്യാരറ്റില്ലേ, അപ്പം അതൊക്കെ ഞാൻ ഇപ്പോഴാണ് കേട്ടോ ജ്യൂസ് അടിച്ചത്. ആ ഒരു സമയത്ത് ഓളെ ടീച്ചർ വന്നിട്ടുണ്ടേനി കേട്ടോ. സ്കൂൾ വിട്ട് പോയ സമയത്ത് ടീച്ചർ വന്നിട്ടുണ്ടേനി ഓളെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഓളതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഓളെ ഞാനും ടീച്ചറും കുറേ വിളിച്ചോണ്ടി ഒന്ന് കാണാൻ. പക്ഷേ ഓള് ഉറക്കത്തിൻ്റെ ആ ഒരു ഇതായതുകൊണ്ട് അറിഞ്ഞിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ പോയി കഴിഞ്ഞ് ഉറക്കമൊക്കെ തെളിഞ്ഞ് എണീറ്റ് വന്നപ്പോൾ പിന്നെ ഭയങ്കര കരച്ചിലും പിഴിച്ചിലൊക്കെ ഇനി ടീച്ചർ വന്ന പിന്നെ വിളിച്ചില്ല, എനിക്ക് ടീച്ചറെ കാണാൻ പോതില്ലേനോ, എനിക്ക് മിസ് ചെയ്യണുണ്ടേനു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ഭയങ്കര അലമ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടേനു കേട്ടോ. അപ്പോൾ പിന്നെ ഒരു 4 മണിയൊക്കെ ആയ സമയത്ത് ഓട്സൊക്കെ ഉണ്ടാക്കി കൊടുക്കാം എന്ന് വിചാരിച്ച് ഓട്സ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ചിലപ്പോൾ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടെന്നൊക്കെ കൊടുക്കലുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ അത് കുറച്ചൊന്ന് പുറത്തുനിന്നുള്ള ഫുഡൊക്കെ കുറച്ചൊന്ന് നിർത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഓട്സ് ഉണ്ടായിന്, ഓട്സും പാലിൽ കലക്കിയിട്ട് വേവിച്ചിട്ട് അങ്ങനെ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ കൂടെ സഹായത്തിന് സെനിക്കുട്ടനും ഉണ്ട് കേട്ടോ. അവിടുന്ന് എന്തൊക്കെ മാക്സിമം വലിച്ചിടാൻ പറ്റുമോ അതൊക്കെ വലിച്ചിട്ടുകൊണ്ട് കൂടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഈ സമയത്തും നമ്മുടെ നീക്കുട്ടി നല്ല ഉറക്കിൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും ഒരു 4:30-5 മണിയൊക്കെ ആവാൻ സമയത്ത് വിളിച്ചുണർത്തിയപ്പോഴാണ് ആള് ഉണർന്നിട്ടുണ്ടായിനിയത്. അപ്പോൾ അതാ ഞാൻ ഓട്സ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഓട്സ് ഓൾക്ക് മാത്രം എന്നല്ല കേട്ടോ, എല്ലാവർക്കും കൂടിയായിട്ട് അങ്ങോട്ട് 4 മണിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വേണമല്ലോ. അപ്പം അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അജുവിന് ബുധനാഴ്ച സ്കൂളിൽ നിന്ന് മുട്ട കിട്ടും. അപ്പോൾ മുട്ട കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അത് സെനുക്ക്
കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ടുവരും. നീയക്കുട്ടിക്ക് മുട്ട വലിയ ഇഷ്ടമൊന്നുമില്ല, പക്ഷേ ഇപ്പോൾ അതൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ഇറച്ചി, മീൻ, മുട്ട ഇതൊന്നും കൊടുക്കാൻ പറ്റൂല. പിന്നെ ഓളെ കാട്ടാതെ നമുക്ക് തിന്നാനും കഴിയൂലല്ലോ. അതുകൊണ്ട് ആ ഒരു സാധനങ്ങളൊന്നും വാങ്ങലേ ഇല്ല കേട്ടോ. ഞങ്ങൾ ഫുള്ളായിട്ട് ബഹിഷ്കരിച്ചിരിക്കണത്. അങ്ങനെ ഞങ്ങൾ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വെല്ലം ഇറങ്ങിയിരിക്കുന്നത്. നടക്ക്, ഞാൻ വരാൻ. അങ്ങോട്ട് വാ, അറിയുമ്പോ ഇവിടെ നിന്ന് അങ്ങോട്ട് വാ. 4 മണിയായി കഴിഞ്ഞാൽ പിന്നെ മോർണിംഗ് കൊണ്ട് ഒന്ന് വെല്ലം ഒന്ന് നടക്കാനൊക്കെ ഇറങ്ങണ സമയമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ മുന്നേ തന്നെ റോഡുണ്ട്. അപ്പോൾ അത് അങ്ങനെ വലിയ വണ്ടികളൊന്നും വരാത്ത അങ്ങനെ ഈ ഒരു 3-4 വീടുകൾക്കില്ല ഒരു ചെറിയ റോഡാണ്. അപ്പോൾ പിന്നെ ആ റോട്ടിൽ കൂടെ ഇങ്ങനെ ഓനെ നടത്തിക്കുക അങ്ങനെയൊക്കെയുള്ള പണികളാണ്. പിന്നെ ഞങ്ങൾ നടന്ന് ഞങ്ങൾ തൊട്ട് താഴത്ത് നഴ്സറി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയും ഒന്ന് പോയിട്ട് ഇരിക്കും. അവിടെ കുട്ടികൾക്ക് കളിക്കാൻ ഇതാ ഇങ്ങനൊരു സാധനം ഉണ്ട്. അപ്പോൾ അതിൽ വട്ടം കറങ്ങാൻ സിനിമോന് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പം മിക്കവാറും ദിവസം വെല്ലം നടക്കാൻ ഇറങ്ങിയാൽ ഇങ്ങോട്ട് വരണം, എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒന്ന് ആടും. ഇന്നിപ്പോൾ ആടാൻ ആരും അധികം കുട്ടികളും ഒന്നുമില്ല കേട്ടോ. അപ്പം ഞങ്ങൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ സിനിമോനെ ഒന്നിങ്ങനെ ഒന്ന് വട്ടം കറക്കിയിട്ടില്ലെങ്കിൽ സിനിമോന് ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ കുറച്ച് സമയമൊക്കെ ഞങ്ങൾ അവിടെ ആടിയിട്ട് പിന്നെ അവിടുന്ന് പോന്നിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ പെരയിലെത്തിയപ്പോൾ കുഞ്ഞുട്ടി പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടേനി. അപ്പോൾ നിയമം കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടേനി. ഇപ്പം മുട്ടായി അങ്ങനെയുള്ള സാധനങ്ങൾ, ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റൂലല്ലോ. അപ്പോൾ പിന്നെ ഓളെ സന്തോഷിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കൊണ്ടുവരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പേരയ്ക്കാണ് കൊണ്ടുവന്നിട്ടുണ്ടേനിയത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി പറയാം. ആ കമൻറ്റിൽ ചോദിച്ചതിൻ്റെ കാര്യം. അപ്പോൾ എനിക്കതിനെ പറ്റി വലിയൊരു അറിവൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ മഞ്ഞപ്പിത്തത്തിൻ്റെ അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കണ ആ ഡോക്ടറോട് തന്നെ ചോദിച്ചാൽ ഓരെന്നെ പറഞ്ഞു തരുന്നുണ്ടാവും. ഞാനും പലതും ഡോക്ടറോടൊക്കെ ചോദിച്ചിട്ടൊക്കെ തന്നെയാണ് കേട്ടോ ഞാനും മനസ്സിലാക്കിയെടുക്കുന്നത്. കാരണം എനിക്ക് ഇതുവരെ ഒരു മഞ്ഞപ്പിത്തവും അങ്ങനത്തതൊന്നും വന്നിട്ട് ഇല്ല ഇതുവരെ. അതുകൊണ്ട് അതിനെക്കുറിച്ച് വലിയൊരു അറിവുമില്ല കേട്ടോ. രാവിലെ ഒരു കുപ്പി വെള്ളമാക്കി കൊടുത്തിട്ട് ഇതാ കഷ്ടപ്പെട്ട് കുടിച്ചിട്ടും പകുതി പോലും ആക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ ഓളെത്രത്തോളം എക്സ്പേർട്ട് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. ഇതിന്മേ തന്നെ ഞാനിങ്ങനെ നിർബന്ധിക്കണം എന്നെങ്കിലേ കുടിക്കുള്ളൂ. വെള്ളം കൂടി ഭയങ്കര കുറവാണ് കേട്ടോ. സുമ്മല്ലോ. ഫസ്റ്റ് അക്ഷരം എന്താണ്? മസല. മരുമിന് ഭാഗമൊക്കെ കൊടുത്തു കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ പഠിക്കണ സമയമാണ് കേട്ടോ. മദ്രസത്തും സ്കൂളത്തതും ഒക്കെ ആയിട്ട് വായിക്കാനും എഴുതാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. കാരണം സ്കൂൾക്കൊന്നും പോകാത്തത് കൊണ്ട് ടീച്ചർ വൈകുന്നേരത്ത് ഗ്രൂപ്പിൽ വിട്ടുതരും കേട്ടോ. മദ്രസത്തെ ആയാലും സ്കൂളത്തെ ആയാലും ഗ്രൂപ്പിൽ വിടും. അപ്പം അതുകൊണ്ട് ഒക്കെ നോക്കിയിട്ട് ആ ഒരു സമയത്താണ് ഞങ്ങൾ എഴുത്തൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുക കേട്ടോ. സ്കൂളിലാകുമ്പോൾ പിന്നെ എല്ലാവരുടെ ഇടയിൽ ആ ഒരു സമയത്ത് എഴുതലൊക്കെ കഴിയുമ്പോൾ അങ്ങനെയാണ് കഴിയുമല്ലോ. ഇപ്പം ഈ സമയത്ത് ഇരുന്നിട്ട് വേണം എഴുതാനും. ഇന്നിപ്പോൾ അധികം എഴുതാനൊന്നുമില്ല, വായിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ അവൾ അവിടെയൊക്കെ ഇരുന്നിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്കൂൾക്ക് പോകണില്ലെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് തീരെ പഠിപ്പിക്കാതെ ആയാൽ പിന്നെ പോകുമ്പോഴത്തേന് ഈ അക്ഷരങ്ങളും കാര്യങ്ങളൊക്കെ മറന്നു പോകുമല്ലോ. എൻ്റെ മഞ്ഞപ്പിത്തൊക്കെ മാറി എനിക്ക് സ്കൂളിലേക്കൊക്കെ പോകാൻ പറ്റണേ അല്ലാ. ഇനിയും സെനൂനും കാക്കൂനും നല്ല കുട്ടികളാക്കി എടുക്കണേ അല്ലാ. പിന്നെ സെനൂന്റെ കാലും നല്ല പോലെ നടക്കാൻ കഴിയണം അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ വീട് പണി നല്ലതായിട്ട് പൂർത്തിയാക്കി തരണം അല്ലാ. ഇനി നല്ല പോലെ പഠിച്ചാനും അങ്ങനല്ല പഠിച്ചാനും കളിക്കാൻ നല്ല പഠിച്ചിന കുട്ടിയാക്കണേ റബ്ബേ. പഠിച്ചാനുള്ള ബുദ്ധി തരണേ അല്ലാ. കുട്ടിയാണേ അല്ലാ.
ഇതൊന്നും ഞാൻ നീയക്കുട്ടിനെ കൊണ്ട് പറഞ്ഞ് പറയിപ്പിക്കണതല്ല കേട്ടോ. അപ്പോൾ ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ ഓള് നിസ്കരിക്കുമ്പോൾ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും ആമീൻ പറയുന്ന ആ ഒരു കാര്യം ഓളും പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അതിൽ എക്സ്ട്രാ ഓള് കൂട്ടിച്ചേർത്തത് മഞ്ഞപ്പിത്തം വേഗം മാറണേ എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഓൾക്ക് ചോറ് കൊടുക്കാനുള്ള സമയമാണ്. ചോറ് കൊടുക്കുന്നത് ഇത് സോയ ചങ്ക്സ് ആണ് കേട്ടോ. ഇത് ഫ്രൈ ചെയ്തെടുത്തത് എന്ന് പറയാൻ പറ്റൂല. ഞാൻ കുറച്ച് മസാലകളൊക്കെ പരത്തിയിട്ട് കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുത്തിട്ട് ഒരു കുറച്ച് മാത്രം എണ്ണ വെറുതെ ഒരു പേരിന്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വലിയ എണ്ണയൊന്നും അതിലില്ല. അപ്പം അങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഇന്ന് കറിയൊന്നും വേണ്ട, ഇത് മാത്രം മതി എന്ന് പറഞ്ഞ് സംഗതി പറഞ്ഞാൽ നമ്മൾ എണ്ണയിലൊക്കെ പൊരിച്ചെടുക്കുന്ന ആ ഒരു ആ, സ്വാദ് നമ്മളെ നാവിലുള്ളത് കൊണ്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയപ്പോൾ വലിയ രസമൊന്നും ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമായില്ല കേട്ടോ. പക്ഷെ ഓൾക്ക് നല്ല ഇഷ്ടമായി. ഓളത് അത് മാത്രം കൂട്ടിയിട്ടാണ് കഴിച്ചത്. കറിയൊന്നും വേണ്ട പറഞ്ഞിട്ട് അത് മാത്രം കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ നീക്കുട്ടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് ഓൺ ആണെങ്കിൽ കമൻറ്റ് ചെയ്യോണ്ടിട്ടോ. നീക്കുട്ടിനെ മാത്രം കാണിച്ചതുകൊണ്ട് ചിലപ്പോൾ കമൻറ്റ് ഓഫ് ആവാൻ സാധ്യതയുണ്ട്. കുട്ടികളെ മാത്രം ആവുമ്പോൾ കമൻറ്റ് ഓല് ഓഫ് ആക്കും. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.